ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ചൂട് കാലമാണല്ലേ. അപ്പൊ നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയും പല കളറിലുമായിട്ടുള്ള ലെമൺ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പാമോഗ്രാനൈറ്റിന്റെ ലൈം ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് ഒരു 1/2 കപ്പോളം പാമോഗ്രാനൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി തോന്നിയും വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂണോളം ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരവും കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നല്ല കളറുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ലെമൺ ജ്യൂസ് ആണ്. അപ്പോ പാമോഗ്രാനൈറ്റിന്റെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂബെറിയുടെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പോളം ബ്ലൂബെറി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു 2 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാത്തിലും ഞാൻ ആഡ് ചെയ്യുന്നത് പൊടിച്ച ഷുഗറാണ്. പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ച ഷുഗർ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചു കൊടുക്കണം. അരിച്ച് എടുക്കണം. അതായത് ഇതിനകത്ത് സ്കിന്നും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു പിങ്ക് കളറിലാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം ബ്ലൂബെറിയുടെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്കിന്റെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു 1/4 കപ്പോളം പാലൊഴിച്ചു കൊടുത്തു. പാല് പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഒരു 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂണോളം ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ മിൽക്കിന്റെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാരറ്റിന്റെ ലെമൺ ജ്യൂസ് ആണിത്. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു കാൽ ഭാഗത്തോളം ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുത്തു. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ കുറച്ച് പാടുപെട്ടു. അപ്പോ 2 ടീസ്പൂണോളം ഷുഗറും ഒരു 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ആദ്യം കുറച്ച് കൂടിപ്പോയി വെള്ളം ഒഴിച്ചത്. അപ്പൊ ക്യാരറ്റ് ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ക്യാരറ്റിന്റെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മിന്റിന്റെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതൊരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ മിന്റിന്റെ ലെമൺ ജ്യൂസിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10-15 മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട്.
അതിനകത്തോട്ട് ഒരു പച്ചമുളക് കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എരിയും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, തോനെയും വേണ്ട, ഒരു നുള്ള് ഉപ്പ്. ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഷുഗർ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പൊ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. എരിയും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ മിന്റിൻ്റെത്. അപ്പോൾ മിന്റിന്റെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.